പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് ദൈവസന്നിധിയിൽ വീണ്ടും ആയിരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് നല്ല ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ ഒരു പ്രാവശ്യം കൂടെ ആയുസ്സിൽ കാണാത്ത ഒരു പുതിയ പ്രഭാതം കൂടെ പുലരി കൂടെ കാണുവാൻ ദൈവം ആയുസ്സും ആരോഗ്യവും ബലവും ശക്തിയും നിന്ന് നമുക്ക് വീണ്ടും ജീവിപ്പിച്ച ജീവനെ നമുക്ക് ആയുസ്സിനെ ദൈർഘ്യമാക്കി തന്ന കർത്താവിന് എല്ലാ നന്ദിയും മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാന ചിന്തയിലേക്ക് പ്രവേശിക്കുന്നതിന് ആധാരമായി യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. ജെറമ്യാ ചാപ്റ്റർ 15 വേഴ്സ് 20. ഞാൻ നിന്നെ ഈ ജനത്തിന് ഉറപ്പുള്ള താമ്ര ഭിത്തിയായി വെക്കും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കയില്ലാതാനും. നിന്നെ രക്ഷിപ്പാനും നിന്നെ വിടുവിപ്പാനും ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ടൊരു ദൈവവചനമാണ്. 3 വാചകങ്ങളുണ്ട്. ഞാൻ നിന്നെ ജനത്തിന് ഉറപ്പുള്ള താമ്ര ഭിത്തിയാക്കി വെക്കും. താമ്ര ഭിത്തിയാക്കി വെക്കുന്നത് എന്തിനാണെന്നറിയാമോ? സ്വന്തം ജനത്തിന് വേണ്ടി. നിന്റെ കുടുംബത്തിന് നിന്നെ ഒരു താമ്രഭിത്തിയാക്കി വെക്കും. നിന്റെ സഭയ്ക്ക് പ്രാർത്ഥിക്കുന്ന നിന്നെ ഒരു താമ്രഭിത്തിയാക്കി വെക്കും. ഒരുപക്ഷെ നിന്റെ ദേശത്തിന് പ്രാർത്ഥിക്കുന്ന നിന്നെ ദൈവം തമ്പുരാൻ ഒരു താമ്രഭിത്തിയാക്കി വെക്കും. നിന്നെ ആശ്രയിക്കുന്ന അല്ലെങ്കിൽ നീ ആരെയാണോ രക്ഷിക്കാൻ വിചാരിക്കുന്നത് അവർക്ക് നിന്നെ ഒരു താമ്രഭിത്തിയാക്കി വെക്കും. പൗലോസ് അപ്പോസ്തലൻ കപ്പലിൽ യാത്രയ്ക്കകത്ത് 275 പേർക്ക് പൗലോസ് അപ്പോസ്തലൻ ഒരു താമ്രഭിത്തിയായി നിന്നു. അവരെ രക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ നിന്നെ ഒരു താമ്ര ഭിത്തിയാക്കി വെക്കും. വാക്ക് 1. ഇന്ന് നിന്റെ കുടുംബത്തിന്, നിന്റെ സഭയ്ക്ക്, ദേശത്തിന്, നീ പ്രാർത്ഥിക്കുന്ന ഒരു വിഭാഗത്തിന് നിന്നെ ഒരു താമ്ര ഭിത്തിയാക്കി വെക്കുന്നു. നിന്നെ കടന്നിട്ട് ആ ജനത്തിനെ, ആ കുടുംബത്തെ, ആ സഭയെ തൊടാൻ കഴിയില്ല. കാരണം നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാ. പ്രാർത്ഥിക്കുന്ന പൗലോസിനെ കടന്നിട്ട് കപ്പലില് ആ ഛേദം വരുത്താൻ കൊടുങ്കാറ്റിന് കഴിയത്തില്ല. കാരണം പൗലോസ് പ്രാർത്ഥിക്കുന്ന വ്യക്തി. അതുകൊണ്ടാണ് ദൈവം പറയുന്നത്, ഇവരെ നിനക്ക് ദാനം തന്നിരിക്കുന്നു. 1, നീ പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹത്തിന് വേണ്ടി നിന്നെ താമ്ര ഭിത്തിയാക്കി ദൈവം വെച്ചിരിക്കുന്നു. 2, അവർ നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കുകയില്ല. ഇതിനകത്തുള്ളതാ. ഒരു യുദ്ധം നടക്കുന്നുണ്ട്. അവർ നിന്നോട് യുദ്ധം ചെയ്യും. നമ്മുടെയൊക്കെ ആഗ്രഹം യുദ്ധം ഒഴിവാക്കണേ, യുദ്ധം വേണ്ട, യുദ്ധം ഒഴിവാക്കണേ എന്നാ പറയുന്നത്. എന്നാൽ കർത്താവ് പറയുന്ന കാര്യം എന്താണെന്നറിയാം? യുദ്ധം ചെയ്യും. ഇതിനകത്തൊരു യുദ്ധമുണ്ട്. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ ലോകത്തിന്റെ ദുഷ്ടാത്മ സേനയോട്, സ്വർലോകത്തിന്റെ അന്ധകാര ശക്തിയോട് ഉണ്ട്. നമ്മുടെ പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളുമല്ല. കോട്ടകളെ തകർക്കാൻ ശക്തിയുള്ള, പക്ഷെ അത് ജഡീകങ്ങളല്ല. നിന്നോട് യുദ്ധം ചെയ്യും. പക്ഷെ ഒരു ഉറപ്പിതാ, നിന്നോട് യുദ്ധം ചെയ്യും, ജയിക്കുകയില്ല. മാനുഷികമായിട്ട് നീ ആരോടും എതിരാൻ നിൽക്കേണ്ട. ചിലപ്പോ ചില മനുഷ്യരിലൂടെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഒക്കെ നിനക്കെതിരായിട്ട് സംസാരിക്കും. പക്ഷെ കുഞ്ഞെ, നീ പതറിപ്പോകരുത്. കാര്യം എന്താണെന്നറിയോ? നിന്നോട് യുദ്ധം ചെയ്യും. അവർ നിന്നോട് യുദ്ധം ചെയ്യും, പക്ഷെ ജയിക്കയില്ല എന്ന്. അടുത്തത്, നിന്നെ ജയിക്കാത്തതിന്റെ കാര്യം എന്താണെന്നറിയോ? നിന്നെ രക്ഷിപ്പാനും നിന്നെ വിടുവിപ്പാനും ഞാൻ ദൈവമായ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിന്നോട് കൂടെയുണ്ട്. നിന്നെ രക്ഷിപ്പാനും നിന്നെ വിടുവിപ്പാനും സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിന്നോട് കൂടെ ഉണ്ട്. ഇതാ ഉറപ്പ്. യഹോവയുടെ അരുളപ്പാട് പറയുന്നതാ, ദൈവജനത്തോട് പറയുന്നതാ. നിന്നെ വിടുവിപ്പാൻ ഇത് മതി കുഞ്ഞെ. ഇന്ന് നിനക്ക് ജീവിപ്പാൻ ഇത് മതി. നീ ആയിരിക്കുന്ന സാഹചര്യത്തിനകത്ത്, കെട്ടിനകത്ത്, കുരുക്കിനകത്ത്, നീ ആയിരിക്കുന്ന യുദ്ധത്തിന്റെ സാഹചര്യത്തിനകത്ത്, നീ ആയിരിക്കുന്ന പ്രതിസന്ധിക്കകത്ത് നിന്നെ വിടുവിപ്പാൻ, നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഞാൻ നിന്നെ വിടുവിപ്പാനും നിന്നെ രക്ഷിപ്പാനും ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇതെത്ര ഉറപ്പുള്ള വാക്കാ. ഇത് മതി. ആ വാക്കൊന്ന് എടുത്തു പറഞ്ഞ്, ഒന്ന് നിന്റെയാക്കി പറഞ്ഞ്, എന്നെ വിടുവിപ്പാൻ, എന്നെ രക്ഷിപ്പാൻ യഹോവ എന്നോട് കൂടെയുണ്ട്. ഒന്ന് ആവർത്തിച്ചു പറഞ്ഞ്, എന്നെ വിടുവിപ്പാൻ, എന്നെ രക്ഷിപ്പാൻ യഹോവ എന്നോട് കൂടെയുണ്ട്. നീ തകർന്നു പോകുകയില്ല. നിന്റെ കൂടെ ദൈവമുണ്ട്. ആവർത്തിച്ചു പറഞ്ഞു കുഞ്ഞെ, എന്നെ വിടുവിപ്പാൻ, എന്നെ രക്ഷിപ്പാൻ യഹോവ എന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ആദ്യത്തെ വാക്കൊന്നുകൂടെ ആവർത്തിക്കട്ടെ. ഞാൻ നിന്നെ ഈ ജനത്തിന് താമ്ര ഭിത്തിയാക്കി വെക്കുന്നു. ഉറപ്പുള്ള താമ്ര ഭിത്തിയാക്കി വെക്കുന്നു. ആരൊക്കെ നിന്നെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ആരൊക്കെ ആശ്രയിക്കുന്നുണ്ട്, അതിനിടയ്ക്ക് നിന്നെ ഉറപ്പുള്ള താമ്ര ഭിത്തിയാക്കി വെച്ചിരിക്കുന്നു. നീ പതറിപ്പോകയില്ല കുഞ്ഞെ, നീ പതറിപ്പോകയില്ല.
നിനക്ക് നേരെ വെട്ട് വരും. പക്ഷെ ആ വെട്ടിനെ തടുക്കുന്ന ഒരു താമ്ര ഭിത്തിയായിട്ട് നീ അവിടെ നിലനിൽക്കും. നിന്നെ അമ്പുകൊണ്ട് എയ്തെന്ന് വരും. അല്ലേ, ഇപ്പൊ പറയുന്ന ബുള്ളറ്റ് പ്രൂഫാന്ന്. ഈ താമര ഭിത്തിയിൽ ഒരു വെടിയുണ്ട് ഏക്കത്തില്ല. ഇത് പ്രൂഫാന്ന്. ഇതിനെ തൊടാൻ പറ്റത്തില്ല. കാരണം നിനക്ക് ഉറപ്പുള്ള ഭിത്തിയാക്കി തമ്പുരാൻ നിന്നെ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനത്തിലൊന്ന് ഉറച്ചേ, നീ ഒരു താമ്ര ഭിത്തിയായി. ദാവീദ് ഒരു താമ്ര ഭിത്തിയായിട്ട് നിൽക്കുമ്പോ ഗോലിയാത്ത് ഒന്നുമല്ല, ഫെലിസ്ത്യ സൈന്യം ഒന്നുമല്ല. ദാവീദിനെ തട്ടാതെ, ദാവീദിനെ ചെയ്യാതെ, ദാവീദിനെ എന്തെങ്കിലും വരുത്താതെ ഇസ്രയേലിനെ തൊടാൻ ശൗൽ രാജാവിനെ വരെ തൊടാൻ പറ്റത്തില്ല. പക്ഷെ ദാവീദ് പറഞ്ഞു, ഞാൻ അതേ, നീ നിന്ദിക്കുന്ന സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ നാമത്തിൽ ഞാൻ നിന്റെ അടുക്കലേക്ക് വരിക. ഇതാ ദാവീദ് പറയുന്നത്. അതുകൊണ്ട് ദാവീദ് എന്ന് പറയുന്ന ഉറപ്പുള്ള താമര ഭിത്തി നിൽക്കുന്നത് കൊണ്ട് ഫെലിസ്ത്യ സൈന്യത്തിന് ഇസ്രായേൽ സൈന്യത്തെ തൊടാൻ പറ്റത്തില്ല, തൊടാൻ കഴിയത്തില്ല. അത് ദൈവത്തിന്റെ പദ്ധതിയാണ്. അതാ ദൈവത്തിന്റെ പദ്ധതി, അതാ ദൈവത്തിന്റെ പദ്ധതി. നിന്നെ ജയിക്കില്ല, നിന്നെ രക്ഷിപ്പാനും നിന്നെ വിടിവിപ്പാനും യഹോവ നിന്നോട് കൂടെയുണ്ട്. എന്നെ വിടിവിപ്പാൻ, എന്നെ രക്ഷിപ്പാൻ യഹോവ എന്നോട് കൂടെയുണ്ട്. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സാന്നിധ്യത്തിനായി ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ വാക്ക് ആവർത്തിച്ചു പറയാം. എന്നെ വിടിവിപ്പാൻ, എന്നെ രക്ഷിപ്പാൻ യഹോവ എന്നോട് കൂടെയുണ്ട്. ഉറച്ചു വിശ്വസിക്കട്ടെ. സ്വർഗീയ കർത്താവെ, ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ആ വാക്ക് ഞങ്ങൾ ആവർത്തിക്കുന്നു. എന്നെ വിടിവിപ്പാൻ, എന്നെ രക്ഷിപ്പാൻ യഹോവ എന്നോട് കൂടെയുണ്ട്. ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഐശ്വര്യമായി ദിവസം അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. തൃക്കരങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന ഇരിക്കാൻ സ്തോത്രം. എല്ലാ മാനവമഹത്തോടെ എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവകൃപ കൂടിയിരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ വിശാലമേറിയ ചിറകടിയിൽ നമ്മളെ മറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്.